രക്ഷാപ്രവർത്തനത്തിന്റെ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. ജീവന് വേണ്ടി കേഴുന്നത്, അതിപ്പോൾ മനുഷ്യനായാലും പക്ഷി മൃഗാദികളായാലും അത് മനുഷ്യത്വമുള്ളവർക്ക് കണ്ടിരിക്കാനാവില്ല അല്ലേ? അത്തരത്തിൽ പട്ടത്തിന്റെ ചരടിൽ കുടുങ്ങിപ്പോയ ഒരു മൂങ്ങയും അതിനെ രക്ഷപ്പെടുത്താനുള്ള അഗ്നിശമന സേനയുടെ ശ്രമവുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. ഒരു കമ്പിയിൽ നിന്ന് തലകീഴായി തൂങ്ങിക്കിടക്കുന്ന ഒരു മൂങ്ങയെയാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുക. ദൃശ്യങ്ങൾ കണ്ടുവരാം. ദേവിക രുഗ്മി ചേരുന്നുണ്ട് തത്സമയം. ദേവിക, ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ കാഴ്ചകൾ നമ്മൾ നിരവധി കണ്ടിട്ടുണ്ട്, തത്സമയ റിപ്പോർട്ടറിലൂടെ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ ഇതല്പം റിസ്ക് പിടിച്ചതാണെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് ഉയരത്തിലാണ്, കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും അതിന്റെ ജീവൻ രക്ഷിച്ചു. ഇനിയിപ്പോൾ മനുഷ്യനായാലും അതിന് എന്ത് ജന്തു ജീവജാലമായാലും അതൊരു ജീവനാണ് എന്നുള്ള ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ട്. അതിനെ രക്ഷിക്കാൻ മുൻകൈ എടുത്ത് വന്നു എന്നുള്ളതാണ്. ഇത് എവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്, എന്ത് സംഭവിച്ചതാണ്? അതെ ഹിമ, ഒരു മൂങ്ങയുടെ ജീവനും അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് ദൃശ്യങ്ങളിലൂടെ ബോധ്യപ്പെടുന്നത്. മഹാരാഷ്ട്രയിൽ നിന്നാണ് ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ളത്. ഇത് അമിത് എന്ന യുവാവാണ് ദൃശ്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അമിത് തന്നെയാണ് ഈ മൂങ്ങയുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി മുൻകൈയും എടുത്തത്. അമിത് വളരെ ആകസ്മികമായി റോഡിൽ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. ഒരു മൂങ്ങ വൈദ്യുതി ലൈനിൽ തൂങ്ങിക്കിടക്കുന്നു, ഒരു ചരടിലാണ് തൂങ്ങിക്കിടക്കുന്നത്. അങ്ങനെ ഒരുപാട് രക്ഷപ്പെടുവാൻ വേണ്ടി മൂങ്ങ തന്നെ സ്വയം ശ്രമിക്കുന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. അതേസമയം തന്നെ ഈ മൂങ്ങയുടെ ജീവന് വേണ്ടി കുറെ ഇരപിടിയൻ പക്ഷികളും അതിനു ചുറ്റും കറങ്ങുന്നുണ്ട്. അങ്ങനെ അമിത് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അമിത് ഒട്ടും സമയം കളയാതെ തന്നെ പെട്ടെന്ന് തന്നെ അഗ്നിശമന സേന ഉദ്യോഗസ്ഥരെ വിളിക്കുന്നു. അങ്ങനെ അവരവിടേക്ക് എത്തുന്നു. അങ്ങനെ ഈ മൂങ്ങയെ താഴേക്ക് ഇറക്കി രക്ഷിക്കുകയാണ്. ഈ മൂങ്ങ കുടുങ്ങിയിരിക്കുന്ന ചരട് ചൈനീസ് മാഞ്ച എന്നുള്ള ഒരു പേരുള്ള ഒരു ചരടാണ്. ഇത് നമ്മൾ പട്ടം പറത്തുവാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചരടാണ്. ഇത് വളരെയധികം മൂർച്ചയുള്ള ഒരു വസ്തുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ മൂങ്ങ അതിൽ കുരുങ്ങി അതിന് രക്ഷപ്പെടാൻ സാധിക്കാതെ പോയത്. ഈ ചൈനീസ് മാഞ്ച കാരണം നിരവധി ആളുകൾക്ക് ജീവൻ വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പല സ്ഥലങ്ങളിലും നിരോധിച്ച ഒരു വസ്തുവാണ്. അപ്പോൾ നമ്മൾ വിനോദത്തിനായൊക്കെ ഉപയോഗിക്കുന്ന പട്ടം പോലുള്ള ചെറിയൊരു വസ്തു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. നിരവധി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്തായാലും ഇന്നത്തെ ഹീറോ എന്ന് പറയുന്നത് അമിത് തന്നെയാണ്. മഹാരാഷ്ട്രക്കാരനായ അമിതാണ്. ആ ഒരു ഇടപെടലിന് വലിയ ഒരു കയ്യടി കൊടുക്കേണ്ടതാണ്.